ഒരു യു പി സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നിങ്ങളോട് പറയുന്നത്. തൻ്റെ ക്ലാസ്സിലെ ഒരു സംശയത്തിൻ്റെ പേരിൽ അദ്ദേഹം എല്ലാവരുടെയും ബാഗുകൾ പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ പരിശോധിച്ച് ഒരു ആൺകുട്ടിയിലേക്കാണ് എത്തിയത്. അവൻ്റെ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് അടുത്തുള്ള എല്ലാ സ്കൂളുകളുടെയും യൂണിഫോമുകൾ അതിലുണ്ട്. എന്തിനാണ് ഇത്രയും യൂണിഫോം ഈ ബാഗിൽ അടക്കി വെച്ചിട്ടിരിക്കുന്നത്? അധ്യാപകന് തന്നെ സംശയമായി. കുട്ടിയോട് തന്നെ കാര്യം ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഒരുപാട് ലീവ് വരാറുണ്ട്. അന്നൊക്കെ ഞാൻ പോകുന്നത് ഓരോ യൂണിഫോമുകൾ ഇട്ട് ഓരോ സ്കൂളിലേക്കാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ലഹരി പദാർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്യാഷ് കിട്ടും. എനിക്കിത് കൊടുക്കുന്നതിനാണ് ക്യാഷ്. എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ആ കുട്ടി പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവരെന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഈ 2 ആഴ്ചയായി നിരവധി സംഭവ വികാസങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അതിലേറെയും വേദനിപ്പിച്ച ഒന്നാണ് ഉമ്മയെ വെട്ടിക്കൊന്ന മകൻ. ഈ 2 ദിവസം മുമ്പ് രാമനാട്ടുകയിൽ തൻ്റെ സുഹൃത്തിനെ കല്ലുകൊണ്ടടിച്ചു കൊന്ന മറ്റൊരു സുഹൃത്ത്. ഇതെല്ലാം ലഹരിയുടെ മാത്രം വിപത്തുകളാണ്. ഇങ്ങനെ എണ്ണി നോക്കിയാൽ എണ്ണി തീരാത്ത വിധം ക്രൂരതകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ ധൈര്യമായി സ്കൂളിൽ വിടാൻ പറ്റുക? ഓരോ രക്ഷിതാവിൻ്റെയും പേടിയാണ്. അതിനെക്കുറിച്ച് 2 വാക്കുകൂടി പറയട്ടെ. പ്രധാനമായും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ദിവസവും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെ ഒന്നിച്ചിരുത്തി വർത്തമാനം പറയണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവരോട് ചോദിച്ചു മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ പല തെറ്റിൽ നിന്നും അവരെ തടയാൻ കഴിയും. രണ്ടാമതായി മറ്റൊരു കാര്യം അവരുടെ ബാഗ് പരിശോധിക്കലാണ്. ഇന്ന് പ്രധാനമായും ലഹരി പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ബാഗിലൂടെയാണ്. സ്കൂൾ ബാഗ് വളരെ സേഫായ ഒന്നാണ്. ആരും ചെക്ക് ചെയ്യുകയില്ല. ഏത് പോലീസും അങ്ങോട്ട് വരികയില്ല എന്നുള്ള ബോധം കുട്ടികൾക്ക് തന്നെയുണ്ട്. അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇതിൽ കണ്ണികളാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും അവരുടെ മേലൊരു കണ്ണുണ്ടാകണം. അവരുടെ ബാഗുകൾ പരിശോധിക്കണം. എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ എപ്പോഴും അവരുടെ മുന്നിലൊരു കണ്ണുണ്ട്, അവരുടെ ശ്രദ്ധയുണ്ട് എന്ന് വരുമ്പോൾ അവർക്ക് മറ്റൊരു തെറ്റിലേക്ക് പോരാൻ കഴിയില്ല. അവർക്ക് തോന്നും ഞാൻ നിരീക്ഷണത്തിലാണ്, പിടിക്കപ്പെടും എന്നുള്ള ബോധമുണ്ടാകുമ്പോൾ പലതിൽ നിന്നും പിന്മാറാൻ സാധിക്കും. പ്രധാനമായും മൂന്നാമത്തെ കാര്യം അവരുടെ കൂട്ടുകാരെക്കുറിച്ച് അറിയണമെന്നുള്ളതാണ്. അവരെ കുടുംബത്തെക്കുറിച്ചും അറിയണം. ഈ 2 കുടുംബവും പരസ്പരം നല്ല ബന്ധമുണ്ടായിരിക്കണം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കുട്ടികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ പല കുട്ടികളും കല്യാണം എന്ന് പറഞ്ഞും മറ്റു ഫംഗ്ഷൻ എന്ന് പറഞ്ഞും കൂട്ടുകാരോടൊപ്പവും കൂട്ടുകാരികളോടൊപ്പവും പുറത്തു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൃത്യമായി രക്ഷിതാക്കൾ മനസ്സിലാക്കണം. എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എപ്പോഴാണ് ഫംഗ്ഷൻ കഴിയുന്നത്, എപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നത് നമ്മൾ അറിയാതെ പോകും. നാലാമതായി ആവശ്യത്തിന് മാത്രം പണം കൊടുക്കുക എന്നുള്ളതാണ്. അതിലുപരി അവരെ കയ്യിൽ എന്ത് കണ്ടാലും അത് ചോദ്യം ചെയ്യണം. അത് വാങ്ങാൻ എവിടുന്ന് പണം കിട്ടി, എവിടുന്നാണ് ഇത്ര തോന ക്യാഷ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായി ചോദിച്ചറിയണം. അല്ലെങ്കിൽ മഹാവിപത്തിലേക്ക് നമ്മുടെ മക്കൾ വന്നു ചേരും. പലരും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. കുട്ടികൾ പറയും അത് എൻ്റെ റിലേറ്റീവ് തന്നതാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നതാണ് എന്ന് പറയും. പക്ഷേ കുട്ടികളുടെ പരിപാടികൾ മറ്റു പലതായിരിക്കും. അവസാന ഘട്ടത്തിലേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എന്ത് പുതിയത് വാങ്ങിയാലും, എന്ത് പുതിയ സാധനങ്ങൾ ബാഗിൽ കണ്ടാലും അതിനെക്കുറിച്ച് ചോദിക്കണം. ഒരു മിഠായി ആണെങ്കിൽ പോലും, സ്ഥിരമായൊരു മിഠായി വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ശ്രദ്ധിക്കണം. കാലം അങ്ങനെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളിൽ എങ്ങനെ ലഹരി ഉപയോഗം തിരിച്ചറിയാൻ പറ്റും? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്വഭാവത്തിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഒറ്റയ്ക്കിരിക്കുക, അധികം സംസാരിക്കാതിരിക്കുക, ഉറക്കക്കുറവ്, പഠനത്തിൽ പിന്നോക്കാവസ്ഥ, ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
സ്വാഭാവികമായ കാരണങ്ങളുമാകാം. പക്ഷേ ഇങ്ങനെയൊക്കെ കൂടുതലായി വരുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എന്താണ് ഇതിന് കാരണം? നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ അത് അവൻ റെഡിയാക്കിക്കോളും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. എന്താണ് കാരണമെന്ന് അന്വേഷിക്കണം. സ്കൂളിലും അവൻ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊക്കെ വിളിച്ച് അന്വേഷിക്കണം. അപ്പോഴേ കൃത്യമായുള്ള വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടാവണമെന്ന് മാത്രം. എന്നാൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മക്കൾ എവിടേക്കും പോവുകയില്ല. നമ്മുടെ അടുത്ത് സുരക്ഷിതമായിരിക്കും. എന്നാലോ അവരെ പൂർണ്ണമായി അടച്ചിട്ട് വളർത്തണമെന്നല്ല ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സുരക്ഷ, ഒരു നിയന്ത്രണം അവരെ മേൽ ഉണ്ടായാൽ മാത്രം മതി. ഇതിൻ്റെ പേരിൽ അവരെ അടച്ചിടുകയോ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യരുത്. അവർക്ക് വേണ്ട സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുക്കണം. അതിനോടൊപ്പം ചെറിയൊരു നിയന്ത്രണവും വേണം. എല്ലാം നല്ല രീതിയിലാകും. മക്കൾക്ക് നല്ല ബുദ്ധി മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഡ്രസ്സും ഫുഡും മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ. അത് വാങ്ങിക്കൊടുക്കാൻ ഒരു വേലക്കാരിയെ ഏൽപ്പിച്ചാലും മതി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഞാൻ റാഷിദ് വാഫി, സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീക്കർ. മാനസികവും ആരോഗ്യപരവുമായ അറിവുകൾക്ക് ബോണോ ഹെൽത്ത് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.